കഴിഞ്ഞ വർഷം ഡിസംബറിൽ ഭരണകൂട അട്ടിമറി നടന്ന സിറിയയിൽ പുതിയ ഭരണഘടന തയ്യാറാക്കുന്നതിന് ചുമതലപ്പെടുത്തിയ കമ്മിറ്റിയിലെ അംഗങ്ങളിൽ ക്രൈസ്തവ വനിതയും. രാജ്യത്തിൻ്റെ ഘടന നിർവചിക്കുന്നതിനുള്ള നാഷണൽ കോൺഫറൻസ് ഓഫ് സിറിയയ്ക്ക് വേണ്ടി പ്രത്യേകം ചുമതലപ്പെടുത്തിയ 7-അംഗ കമ്മിറ്റിയിൽ 5 പുരുഷന്മാരും 2 സ്ത്രീകളുമാണുള്ളത്. ഇതിൽ ഏക ക്രൈസ്തവ വിശ്വാസി ഹിന്ദ് അബൌത്ത് കബാവത്താണ്. ഇടക്കാല പ്രസിഡന്റ് അഹമ്മദ് അൽ ഷറയാണ് സമിതിയിലെ 7 അംഗങ്ങളെ തിരഞ്ഞെടുത്തത്. ഗ്രീക്ക് കത്തോലിക്ക, ഗ്രീക്ക് ഓർത്തഡോക്സ് ദമ്പതികളുടെ മകളാണ് ഹിന്ദ് അബൌത്ത്. സമീപ വർഷങ്ങളിൽ സംഘർഷങ്ങളും അതിക്രമങ്ങളും മൂലം തകർന്ന സിറിയയിലെ മതാന്തര സംവാദം, മധ്യസ്ഥത, സമാധാനം, സ്ത്രീകളുടെ ഉന്നമനം എന്നിവയ്ക്ക് വേണ്ടി ഹിന്ദ് നിരന്തരമായ ഇടപെടലുകൾ നടത്തിയിരുന്നു. കഴിഞ്ഞ ഡിസംബർ ആദ്യവാരത്തിലാണ് 50 കൊല്ലം നീണ്ട അസദ് കുടുംബത്തിൻ്റെ വാഴ്ച അവസാനിപ്പിച്ച് ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പായ ഹയാത്ത് താഹിർ അൽ ഷാം രാജ്യത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുന്നത്. വിമതർ തീവ്ര ഇസ്ലാമിക നിലപാടുള്ളവർ ആയതിനാൽ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ആശങ്ക ശക്തമാണ്. ഇതിനിടെ ഭരണഘടനയിലേക്കും തിരഞ്ഞെടുപ്പിലേക്കും രാഷ്ട്രീയ പാതയൊരുക്കാൻ സഹായിക്കേണ്ട പ്രത്യേക കമ്മിറ്റിയിൽ ഹിന്ദ് കബാവത്തിനെ ഉൾപ്പെടുത്തിയതിനെ പ്രാദേശിക ക്രൈസ്തവ സമൂഹം പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നത്.